200 രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത് കേട്ടോ. ഇത്രയും വലുപ്പമുള്ള ഷോളുകളാണ് ഈ ഷോളുകൾ ഇവർ വിൽക്കുന്നത്. 200 രൂപ ഒരു പീസ്. ഞാൻ ഫുൾ ആളാണ്. കാരണം ഈ ഷൂസ് എന്ന് വെച്ചാൽ എല്ലാം 1000 റുപ്പീസിന് മുകളിലൊക്കെ റേറ്റ് വരുന്ന ഷൂ അങ്ങനത്തെയൊക്കെയാണ്. പക്ഷെ അവർ ഇത് വാങ്ങിക്കാനായിട്ട് ആളുണ്ട്. കാരണം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതായതുകൊണ്ടാണ് ഇതിവർ വിറ്റ് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂ മാർക്കറ്റിലാണ്. ന്യൂ മാർക്കറ്റിൽ ഇവിടെ ഷോൾസ് വിൽക്കുന്നിടമാണ്. ഷോൾസിൽ ഓരോ ഷോൾസിനും ഇപ്പം 200 രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത് കേട്ടോ. ഇത്രയും വലുപ്പമുള്ള ഷോളുകളാണ് ഈ ഷോളുകൾ ഇവർ വിൽക്കുന്നത്. 200 രൂപ ഒരു പീസ്. അപ്പോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് കാണാം. അങ്ങോട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ടെഡി ബെയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹബ്ബാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഗ്രാൻഡ് എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോഴേക്ക് സൈഡ് മൊത്തം ഡൊമിനോസ്, അതുപോലെ തന്നെ KFC, അങ്ങനെ ട്രെൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ റോഡാണ് ആക്ച്വലി മാർക്കറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ പിന്നെ ഷോളും അങ്ങനത്തെ കാര്യങ്ങൾ വിൽക്കുന്നവർ, ടീഷർട്ട്സ് വിൽക്കുന്നവർ, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഈ മേക്കപ്പുകൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ മഫ്ലർ, അതുപോലെ ഹെഡ്സെറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇവിടെ കൂടുതലും മേക്കപ്പ് വിൽക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ ഓർണമെൻറ്റ്സ് ഉണ്ട്. ഒരു സൈഡിൽ മൊത്തം ഓർണമെൻറ്റ്സ് ആണ്. ആ ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷനും മേക്കപ്പിൻ്റെ സെക്ഷനാണ് ഒരു സൈഡ്. പിന്നെ റോഡിൽ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്. പിന്നെ ബേസിക്കലി ഈ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഉണ്ടല്ലോ, മറ്റേ പോലത്തെ സാധനങ്ങൾ, തല വെക്കുന്നത്, അങ്ങനത്തെ സാധനങ്ങൾ. കൂടുതൽ മേക്കപ്പ്സ്, ബാഗ്. പിന്നെ ഇവിടെ വരുമ്പോഴേക്കും സ്വെറ്റേഴ്സ്. അപ്പോൾ ഈ സ്വെറ്റേഴ്സ് കിട്ടായേ 650 ആണോ ഈ ഒരു സ്വെറ്ററിന് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ കണ്ടോ നമ്മുടെ ഇഡ്ഡലി വടയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ചോല ഭട്ടൂര, മസാല ദോശ, അങ്ങനത്തെ കാര്യങ്ങൾ, ചൗമീൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴേക്കും പിന്നെയും കുറേ ക്ലോത്ത്സ് ആണ്. ക്ലോത്ത്സുകളെല്ലാം 200-300 റേറ്റുകളിലാണ് ഈ ക്ലോത്ത്സ് എല്ലാം വരുന്നത്. ഇവിടെ വയ്ക്കുമ്പോൾ ജാക്കറ്റ്, ഇപ്പോൾ തണുപ്പ് കാലമാണ്, കൽക്കട്ട മൊത്തം ഒരു തണുപ്പിൻ്റെ സീസണാണ്, ഡിസംബർ ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഈ സ്വെറ്റേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ മെയിൻ റോഡിൻ്റെ സൈഡിലോട് ചേർന്ന് തന്നെ ബിഗ് ബ്രാൻഡ്സ് ഉണ്ട്. വാവ് ചൈന പോലത്തെ ബ്രാൻഡുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് കേട്ടോ ഇത് ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും ലൈക്ക് ബൾക്കിലൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും ഇവിടെ. കാരണം ഇവിടെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവർ റേറ്റ് കുറയ്ക്കും. നമുക്ക് ഇവിടെ ഏറ്റവും ആവശ്യം വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാർഗെയിനിങ് പവറാണ്. ഇവരോടെല്ലാം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് ഇവർ 200 പറയുകയാണെങ്കിൽ നമ്മൾ 100 രൂപ അങ്ങനത്തെ സാധനങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ ഒരു റേറ്റിലൊക്കെ പിടിച്ചാൽ നമ്മൾ നല്ല റേറ്റ് കുറച്ച് സാധനങ്ങൾ കിട്ടും. അതാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ലൈവായിട്ട് നല്ല ഫ്രൂട്ട്സ് നമ്മൾ നാട്ടിൽ കാണുന്ന പോലെയല്ല, നല്ല തുടുത്തിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെയാണ് ഇവിടെ വിൽക്കാനായിട്ട് കിട്ടുന്നത്. പിന്നെ ഇവിടെ സ്വെറ്റേഴ്സ്, ഇതെല്ലാം 150 ആണ് സ്വെറ്റേഴ്സ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും ഇവിടെ ഗ്ലാസസും അങ്ങനത്തെ കാര്യങ്ങളാണ്, കണ്ണാടികൾ, സൺഗ്ലാസസ്, അങ്ങനെയൊക്കെ. ഇവിടെ ബസാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹൈലൈറ്റഡ് ബസാറാണ്. കാരണം ഭയങ്കര തിരക്കും, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൂടെ നടക്കുമ്പോൾ എപ്പോഴും ഒരു കൈ എപ്പോഴും പേഴ്സ് സൂക്ഷിച്ചാണ്. കാരണം പിക്ക് പോക്കറ്റ്സ് ഒക്കെ നടക്കുന്ന ഏരിയയാണ്. അപ്പോൾ അങ്ങനെയും ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കേണ്ടത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ, ഇവിടെ ഫ്രൂട്ട്സ് തന്നെ സെപ്പറേറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ ക്ലോത്ത്സ്. भैया स्वेटर कितना का है, कितना है इसका, कितना है स्वेटर का? 250. അത് ലേഡീസിൻ്റെ സ്വെറ്ററാണ്, അതിന് 250 ആണ് റേറ്റ് വരുന്നത്. അപ്പം എല്ലാം ഒരു 500 രൂപയ്ക്ക് താഴെയാണ് നോർമൽ റേറ്റ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൊൽക്കട്ടയിലുള്ള ഒരു മെയിൻ മാർക്കറ്റുകളിൽ ഒന്നാണ്. നമ്മൾ നേരത്തെ ബുറ ബസാർ പോയായിരുന്നു. ബുറ ബസാർ പോലെ തന്നെ ഉള്ളൊരു മാർക്കറ്റാണ് കേട്ടോ ഇത്. ബുറ ബസാറിനേക്കാളും കുറച്ചുകൂടെ ലൈവ്ലി ആയിട്ടുള്ളൊരു മാർക്കറ്റാണിത്. കണ്ടോ, ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് പേഴ്സും ബാഗും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ചപ്പൽസ് ഇവിടെ ഉണ്ട്. ചപ്പൽസ് ഇവിടെ വിൽക്കുന്നവരുണ്ട്.
പിന്നെ ഇത് നമ്മളിപ്പോൾ പോകുന്നത് ബംഗാളിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇതാണ് ലെതർ മാർക്കറ്റാണ്. ലെതർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്, കാരണം 100% പ്യുവർ ലെതർ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര തിരക്കായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അത് നമുക്ക് ലെതർ മാർക്കറ്റ് കാണാനായിട്ടാണ് ഇനി പോകുന്നത്. ഇതുണ്ടോ, ഇത് ഈ ഒരു സ്റ്റോർ മാത്രം 100% പ്യുവർ ലെതറാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ ആൾ വരുന്നതാണ്. ഇവിടെ ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആളാണ്. കാരണം ഈ ഷൂസ് എന്ന് വെച്ചാൽ എല്ലാം 1000 റുപ്പീസിന് മുകളിലൊക്കെ റേറ്റ് വരുന്ന ഷൂ അങ്ങനത്തെയൊക്കെയാണ്. പക്ഷേ അവർ ഇത് വാങ്ങിക്കാനായിട്ട് ആളുണ്ട്, കാരണം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത്രയും നല്ലതായതുകൊണ്ടാണ് ഇതിവർ വിറ്റ് പോകുന്നത്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ സൈഡ് മൊത്തം ലേഡീസിൻ്റെ ലെതർ ഷൂസും ചപ്പൽസും ഒക്കെയാണ്. ഈ സൈഡ് വരുമ്പോഴേക്കും മൊത്തം ബോയ്സിൻ്റെ അല്ലെങ്കിൽ മെന്നിൻ്റെ ഷൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഒരാൾ മേളിൽ നിന്ന് ഷൂ ആ പുള്ളിക്ക് എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് അതനുസരിച്ച് സൈസൊക്കെ അനുസരിച്ച് എടുത്തു കൊടുക്കാനായിട്ടാണ്. ഇവിടെ മേളിൽ കാണാം, മേളിൽ ഒരാളുണ്ട്, ദേ കാണാം. അപ്പോൾ ആ പുള്ളിക്ക് അത് അയച്ചു കൊടുക്കും, ആ പുള്ളി അതെടുക്കും. ഇനി ഇതിപ്പോൾ ബാഗിൻ്റെ സെക്ഷനാണ്, മൊത്തം ബാഗും പിന്നെ അതുപോലെ തന്നെ ലേഡീസിൻ്റെ ചപ്പൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ എല്ലാം ലെതറിൻ്റെ ബാഗുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ ട്രാവൽ ബാഗ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം വലിയ റേറ്റൊന്നും ഇല്ല, പക്ഷേ ഇറ്റ്സ് ഗുഡ് ക്വാളിറ്റി സാധനം ആയതുകൊണ്ടാണ് ഇതിനെല്ലാം വരുന്നത്. പക്ഷേ ഇതുണ്ടോ, ഈ ഒരു റേറ്റിലൊക്കെയാണ് 810 റുപ്പീസൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടെ വരുമ്പോഴേക്കും ലെതറിൻ്റെ ജാക്കറ്റുകൾ, ലെതറിൻ്റെ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി 4000 രൂപയാണ് കേട്ടോ. 4000 രൂപയാണ് ഈ ജാക്കറ്റിനൊക്കെ റേറ്റ് വരുന്നത്. 4000 രൂപയുടെ വരുന്നുണ്ട്, 3600 രൂപ. കാരണം ഇതെല്ലാം ഒത്തൻറ്റിക് ലെതർ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് ആളുണ്ട്. നല്ല ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ ഇതുണ്ട്, ഇതെല്ലാം ഒറിജിനൽ ലെതർ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന് എത്ര റേറ്റ് വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് ഏകദേശം 2580 രൂപയാണ്. അപ്പോൾ ഒറിജിനൽ ഒത്തൻറ്റിക് ലെതർ ആയതുകൊണ്ട് തന്നെ ഇതിന് ഇത്രയും റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാർ, നമ്മൾ ഈ പുറകെ കാണുന്ന ഇത്രയും തിരക്ക് വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ക്വാളിറ്റി ആയിട്ടുള്ള ലെതർ ഇവിടെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ ഒത്തിരി ലെതറിൻ്റെ സാധനങ്ങൾ കാണാം. ഇവിടെയും ജാക്കറ്റിന് വേറൊരു സെക്ഷൻ തന്നെയുണ്ട്. ഇവിടെ ഫുൾ ലെതറിൻ്റെ ജാക്കറ്റുകളാണ്. ഇപ്പോൾ ഇവിടെ റേറ്റ് വരുന്നതെല്ലാം 5000 മുകളിലാണ്. ഇതുണ്ടോ, 5900, ഏകദേശം 6000 റുപ്പീസിൻ്റെ അടുത്താണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഇവിടെ പേഴ്സസ് ഉണ്ട് ലെതറിൻ്റെ. भैया ये पर्सेस का कितना प्राइस आ रहा है? हाँ 130 स्टार्टिंग है. 130 कितना ऊपर तक जाता है? 700. हाँ ठीक है. 130 മുതൽ 700 റുപ്പീസ് വരെയാണ് ഇവിടുത്തെ പേഴ്സസ് വരുന്നത്. വീഡിയോ കർ മനായ ടീക്ക്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പം ഇത് പിന്നെ നമ്മൾ ആ ന്യൂ മാർക്കറ്റിലോട്ട് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സ്ഥലമാണ് ശ്രീ ലെതേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലെതർ ഷോപ്പ് കൽക്കട്ടയിൽ. അപ്പം ഇങ്ങനെ പോകുമ്പോഴേക്കും ഇവിടെ പിന്നെ നമുക്കറിയാം ഇതുപോലെ തന്നെ ചപ്പൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നിപ്പുറത്ത് തന്നെ ടൈറ്റൻ അതുപോലുള്ള വലിയ ബ്രാൻഡുകളും ഇപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നോർമലായിട്ടുള്ള സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുണ്ടോ, നല്ല നല്ല ഡ്രസ്സസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഹൈലി ലൈവ്ലി ആയിട്ടുള്ളൊരു പ്ലേസാണ് ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. കൽക്കട്ടയുടെ തന്നെ ഫേമസ് മാർക്കറ്റ് പ്ലേസുകളിൽ ഒന്നാണ്. അപ്പോൾ ഇതാണ് ന്യൂ മാർക്കറ്റ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പ്രാവശ്യത്തെ വ്ളോഗ്. ഞാൻ അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.